അമ്മച്ചി എല്ലാം റെഡിയായല്ലോ പോകാനായിട്ട്? അമ്മച്ചിയുടെ ബാഗിൻ്റെ അകത്തും എല്ലാ സാധനവും അമ്മച്ചിയുടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ മരുന്ന് മേടിച്ചതെല്ലാം ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. കഴിക്കേണ്ട വിധവും എല്ലാം ഉണ്ട്. ഞാനിവിടെ വെച്ചേക്കാം. അമ്മച്ചീനെ കൊണ്ടാക്കുമ്പം ഞാൻ അങ്ങോട്ട് കയറിയൊന്നും വരുന്നില്ല ചേച്ചിയുടെ വീട്ടിലോട്ട്. അപ്പം ഞാൻ ആ വഴി കൊണ്ടുവന്ന് വിട്ടേക്കാം. എന്നിട്ട് ഞാൻ ചേച്ചിയുടെ വിവരം പറഞ്ഞ് ചേച്ചിയോട് ഇറങ്ങി വരാൻ പറഞ്ഞിട്ട് സാധനം എല്ലാം കൊടുത്തോളാം കേട്ടോ. അമ്മച്ചി അമ്മയെ കരഞ്ഞോണ്ടിരിക്കുന്നത്. മമ്മി മമ്മി എന്നാടാ മമ്മി, അമ്മച്ചി ഭയങ്കര കരച്ചിലാണത്. എന്നാ കാര്യത്തിനാ? എനിക്കറിയത്തില്ല. എന്നാ അമ്മച്ചി? എൻ്റെ അമ്മച്ചി കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അമ്മച്ചിക്ക് തന്നെ അറിയാലോ. ഞാൻ തന്നെ നോക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി അമ്മച്ചീനെ. അമ്മച്ചിക്കാണേലും ഒരു മനസാക്ഷി വേണ്ടേ? എത്ര മക്കളും കൊച്ചുമക്കളും ഉള്ളതാ. അമ്മച്ചി വർത്താനം പറ. അമ്മച്ചിക്ക് സ്വന്തമായിട്ടൊരു ഫോൺ മേടിച്ച് തന്നിട്ടുണ്ട്. ആരെങ്കിലും അമ്മേനെ വിളിച്ചിട്ട് അമ്മച്ചിക്ക് സുഖമാണോ, അമ്മച്ചിക്ക് എങ്ങനെയുണ്ട്, വയ്യാഴിയെന്ന് പോലും ഒന്ന് തിരക്കുന്നുണ്ടോ അമ്മേ? ഞാൻ തന്നെ നോക്കി 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 ഞാൻ മടുത്തിട്ടാ പറയുന്നത്. ഓരോരുത്തരുണ്ടല്ലോ ഫോൺ വിളിച്ചു കഴിയുമ്പോണ്ടല്ലോ ഇടാ മണിക്കൂട്ടാ ചേച്ചിയൊക്കെയാണെങ്കിലും വിളിച്ചിട്ട് ഇവിടുത്തെ വിശേഷങ്ങളും എൻ്റെ കാര്യം ചോദിക്കും. അമ്മച്ചിക്ക് എങ്ങനെയുണ്ട്, അമ്മച്ചിക്ക് ഒരു വയ്യാഴിയാന്ന് പറയുന്ന ഉടനെ ഇടി കൊച്ചെ ഭയങ്കര ഇടി വെട്ടി മഴ പെയ്യുന്നു. അല്ലെങ്കിൽ ഒരുത്തി പറയും, അയ്യോ ആണ്ടെ ഞങ്ങളുടെ തോട്ടത്തിലാണുണ്ട് പണിക്കാര്, ഞാൻ പിന്നെ വിളിക്കാൻ കേട്ടോ മോനെ എന്ന് പറയും. ഇതാണ് ഞാൻ ചോദിക്കട്ടെ, മക്കളെല്ലാവരും ഒരു പോണക്കാ. ഇന്നത്തെ കാലത്ത് അമ്മച്ചി ആമക്കൾ നോക്കണമെന്നുമില്ല, പെമ്മക്കൾ നോക്കണമെന്നുമില്ല. ഏത് മക്കൾക്ക് വേണേലും നോക്കാം. അല്ലാതെ ആമക്കളെ മാത്രമല്ലല്ലോ പ്രസവിച്ചത്, പെമ്മക്കളെയും അതുപോലെ തന്നെയാണ് പ്രസവിച്ച് വളർത്തിയത്. ആമക്കൾക്ക് കൊടുത്തേ കൂടുതൽ പെമ്മക്കായിരിക്കും ചിലപ്പം കൊടുത്തും വിടുന്നത്. ഞാൻ ചോദിക്കട്ടെ, 10-11 മക്കളുള്ളതായാലും 3-4 പേരല്ലേ പോയിട്ടുള്ളൂ. ബാക്കി 6 പേരും നിലവിലുണ്ട്. അമ്മച്ചീനെ വന്ന് ആർക്ക് വേണേലും ഒരു 10-15 ദിവസത്തേന് കൊണ്ടുപോവോ നിർത്തുവോ ഒക്കെ ചെയ്യത്തില്ലേ? അമ്മച്ചിക്കാണേലും ഒരു സന്തോഷമല്ലേ. ഇത് ഒരിടത്ത് തന്നെ നിന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ അതിന് വിലയില്ല. അമ്മച്ചി തന്നെ അറിയാലോ, അമ്മ ഇവിടെ കിടന്ന് കാണിക്കുന്ന അങ്കവും ബഹളവും എന്നതാ. അമ്മയുടെ ഒരു കുഞ്ഞു കാര്യം പറയാൻ പറ്റില്ല, അപ്പോഴത്തേനും അമ്മയ്ക്ക് പിണക്കമായി, കൊതുകുത്തായി. ഉടനെ മരുന്ന് കൊണ്ട് തന്ന അമ്മയ്ക്ക് വേണ്ട, കഴിക്കാതിരിക്കും, ആ ഭക്ഷണം കഴിക്കത്തില്ല. അമ്മയൊന്ന് മാറി മറിഞ്ഞൊക്കെ നിൽക്കുമ്പം എനിക്കും പോകേണ്ടടുത്തൊന്ന് പോകുമോ? എനിക്കും എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്. അമ്മേനെ നോക്കിക്കൊണ്ടിരുന്നിരുന്നുണ്ടല്ലോ ഞാൻ എൻ്റെതായ കാര്യങ്ങളെല്ലാം ഞാൻ മാറ്റി വെച്ചേക്കോ. എൻ്റെതായ കാര്യങ്ങളൊക്കെ ഞാൻ മറന്നെന്ന് വെക്കാം. അമ്മ ഇപ്പം 6 പേരുണ്ട്. 6 പേരുടെ അടുത്തൂടെ അമ്മ മാസത്തിൽ 1 മാസം വെച്ച് നിന്നാൽ മതി. അമ്മയ്ക്ക് തന്നെ അറിയാലോ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. എൻ്റെ കയ്യിൽ 1 രൂപ പോലും എടുക്കാനില്ല. മമ്മി എന്നൊക്കെയാ നീ പറയുന്നത്? മമ്മി ഇങ്ങനെയാണ് അമ്മച്ചീനെ പറ്റി കരുതിയിരുന്നത്? അമ്മച്ചീനെ നമുക്ക് ഇത്ര നാള് ഭക്ഷണം ഉണ്ടാക്കി തന്നത്. മമ്മിക്ക് നോക്കാൻ പറ്റത്തില്ലേ? നോക്കണ്ട, ഞാൻ നോക്കിക്കോളാം. രാവിലെ സ്കൂളിൽ പോകാൻ നേരത്ത് അമ്മച്ചിയുടെ കയ്യിരുന്ന കാശും എല്ലാം നമ്മൾ എടുത്തില്ലേ? എന്നിട്ട് അമ്മച്ചീനെ പറ്റി ഇങ്ങനെയാണ് പറയുന്നത്? എടാ ഞാൻ തന്നെ നോക്കി, എനിക്ക് മടുത്തു. മടുക്കുവാണെങ്കിൽ കുഴപ്പമില്ല, ഇനി ഞാൻ നോക്കിക്കോളാം അമ്മച്ചീനെ. ഞാൻ പോവോ? എൻ്റെ അമ്മേ, ചെറുക്കൻ അങ്ങനെ പലതും പറയും അമ്മയുടെ വിഷമം കണ്ടിട്ട്. അമ്മ അവനെ നോക്കിയതും വളർത്തിയതും എടുത്തതും ഒക്കെ. പക്ഷെ അവന് കാര്യങ്ങളൊന്നും അറിയത്തില്ല. പക്ഷെ അമ്മച്ചി പോയേ പറ്റത്തുള്ളൂ. ഞാൻ ഓട്ടോ പറഞ്ഞിട്ടുണ്ട്. കാര്യമൊക്കെ ശരി അമ്മ, എന്നെ കൊണ്ട് പറ്റാഞ്ഞിട്ടാ. മക്കളെ അല്ലെങ്കിൽ ഒന്ന് വല്ലപ്പോഴും ഒന്ന് വന്ന് അമ്മച്ചീനെ ഒന്ന് കാണുമോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുമോ? അമ്മച്ചിക്ക് ഒരു സന്തോഷം. അമ്മച്ചി ഇപ്പം രോഗാവസ്ഥയിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി അമ്മച്ചി. എത്ര പേരുണ്ട് മക്കളും കൊച്ചുമക്കളും. ആരേലും ഒന്ന് വന്നൊന്ന് കണ്ട് ഇരിക്കുവാണെങ്കിൽ അമ്മച്ചിക്ക് ഒരു സന്തോഷമല്ലേ. അമ്മച്ചി ഞാൻ പറയുന്നതിന് വിഷമിക്കും ഒന്നും വേണ്ട. ഞാൻ ഈ പറയുന്നതിൽ അമ്മ ഇത്രയെങ്കിലും ഒന്ന് ആലോചിച്ച് 1 മണിക്കൂർ യാത്ര ചെയ്താൽ അമ്മയുടെ കൊച്ചുമക്കൾക്ക് എത്ര പേർക്ക് ഇവിടെ വന്ന് അമ്മച്ചീനെ ഒന്ന് കാണാം. ഞാൻ പലരോടും അമ്മച്ചി കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മ പോയി എന്നോർത്തോണ്ട് ഞാൻ എത്ര അമ്മയുടെ മക്കളോട് എല്ലാവരോടും വിളിച്ചു പറഞ്ഞു, കൊച്ചുമക്കളോട് വിളിച്ചു പറഞ്ഞു. എത്ര പേര് വന്നൊന്ന് കാണാനും അന്വേഷിക്കാനും. ആരെങ്കിലും ഒരാളുണ്ടോ അമ്മച്ചി വരാനും അന്വേഷിക്കാനും നോക്കാനും? അപ്പം ഞാൻ ഈ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും വിഷമവും ഇവരും എല്ലാവരും ഒന്ന് അനുഭവിക്കട്ടെ. ഒരാൾ നോക്കാനുണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ ആ വഴി തിരിഞ്ഞു നോക്കത്തില്ല. പിന്നെ അത് മുഴുവനും അവരുടെ ഉത്തരവാദിത്വം. ഞാൻ അമ്മയുടെ കയ്യിൽ നിന്ന് കുടുംബ സ്വത്തോ തറവാട് സ്വത്തോ ഒന്നും വിറ്റ് മേടിച്ചുകൊണ്ട് പോന്നിട്ടില്ലെന്ന് അമ്മച്ചിക്ക് അറിയാമല്ലോ. അപ്പോൾ ആ കാരണവന്മാരെ നോക്കുന്ന എല്ലാവരുടെയും ഉത്തരവാദിത്വം. ഞാനിപ്പോൾ അമ്മയുടെ മാത്രം ഒരു കാര്യമല്ല പറഞ്ഞത്. ഇതേ ഒരൊറ്റപ്പെട്ട സംഭവം ഒന്നുമല്ല.
കാരണവന്മാരുടെ കയ്യിലിരിക്കുന്നത് മൊത്തം മക്കൾ ഊറ്റി പിഴിഞ്ഞ് മേടിക്കും. അവര് ചണ്ടിയായി എന്നറിയുമ്പോൾ ഉണ്ടല്ലോ, അവരെ തിരിഞ്ഞു നോക്കത്തില്ല. പക്ഷെ എൻ്റെ അമ്മച്ചീനെ ഞാൻ അങ്ങനെയല്ല കേട്ടോ. കുളിപ്പിച്ച് ഇന്ന് മിടുക്കിയായിട്ട് ഞാൻ എൻ്റെ അമ്മച്ചീനെ ഹോളി ക്രോസ് ഹോസ്പിറ്റലിലെ ഒരു ചെറിയൊരു കുറുകൽ പോണൊക്കെ കൊണ്ടുപോയി കാണിക്കാൻ പോവുക. എൻ്റെ അമ്മച്ചീനെ ഞാൻ അങ്ങനെ ആർക്കും കൊടുക്കത്തില്ല, ഒരിടത്തും വിടത്തില്ല. എൻ്റെ അമ്മച്ചിയില്ലാതെ എനിക്ക് പറ്റത്തുമില്ല. ഒരു വയ്യാഴിക വന്നപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. എൻ്റെ പ്രാണന. ഞാൻ ഈ ഒരു കാര്യം ഇപ്പം നിങ്ങളുടെയൊക്കെ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്ത് എന്നാന്നറിയാമോ? എൻ്റെ ചേച്ചി വിളിച്ചു പറഞ്ഞ് അവരുടെ വീടിൻ്റെ ഒരു അടുത്തായിട്ട് ഒരു അയൽവക്കത്ത് നടന്ന ഒരു സംഭവമാണ്. അവർക്ക് 9 മക്കളുണ്ട്. ഒരു മക്കളും തിരിഞ്ഞു നോക്കത്തില്ല. സ്വത്തുക്കളും കാര്യങ്ങളും എല്ലാവരും എഴുതി മേടിച്ചു. എന്നിട്ട് തന്തേനെ കുറച്ച് ദിവസം ഏതെങ്കിലും ഒരു മക്കൾ കൊണ്ടുപോകും, അമ്മേനെ വേറൊരാൾ കൊണ്ടുപോകും. ഇവർക്ക് രണ്ടുപേർക്ക് ഒന്നിച്ച് നിൽക്കാനുള്ളൊരു സാഹചര്യം പോലുമില്ല. മക്കൾ ഇങ്ങനെ ഒന്നും ചെയ്യരുത്. ഇതൊരു അനുഭവ പാഠമായി എല്ലാവർക്കും. ആർക്ക് വേണേലും നമ്മുടെ അച്ഛനെ അമ്മേനെ നോക്കാം. ആ നോക്കുമ്പം സ്നേഹത്തോടെയും കരുതലോടെയും അവർക്ക് ഞാനുണ്ട് എന്നൊരു തോന്നൽ അവർക്ക് തന്നെ ഉണ്ടാകണം. ഇപ്പം ഞാനൊരു കാര്യം കാണിച്ചു തരാവേ. എൻ്റെ അമ്മച്ചി ആരുടെയാ കണ്ടോ? അമ്മച്ചിക്ക് ഏറ്റവും ഇഷ്ടം ആരോടാ കണ്ടോ? എന്നെ വളർത്തി ഞാനാക്കി എൻ്റെ അമ്മച്ചീനെ ഞാൻ നോക്കണ്ടേ? എനിക്ക് ആ കാര്യം കേട്ടപ്പം ഭയങ്കരമായിട്ട് സങ്കടം വന്നേ. അതുകൊണ്ടാണ് നമ്മളൊന്ന് ഓർക്കണം, നമ്മുടെ എത്ര വയസ്സ് വരെ നമ്മുടെ കൈ നമ്മുടെ അമ്മയുടെ അച്ഛൻ്റെയും കൈ പിടിച്ചാൽ നമ്മൾ നടക്കുന്നത്. അവർക്കൊരു മേലാഴിയെ വരുമ്പം നമ്മൾ വേണം അവരുടെ കൈ പിടിക്കാനായിട്ട്. അതിനാ നമ്മൾ മക്കള്, അല്ലാതെ നാട്ടുകാരോ അല്ലാതെ കുറെ വൃത്തസാധനങ്ങളോ ഇതൊന്നുമല്ല കൈ പിടിക്കേണ്ടത്. നമ്മൾ മക്കളും കൊച്ചുമക്കളും വേണം കൈ പിടിക്കാൻ. ഇങ്ങനെ ചേർത്ത് പിടിക്കണം. നമ്മളൊന്ന് ഓർത്ത്, നമുക്ക് എത്ര ഉമ്മ വെച്ച ചുണ്ട, എന്തോരം പാപ്പം തന്ന് നമ്മളെ വളർത്തിയതാ. ഇതൊക്കെ ഓർക്കണ്ടേ? ഞാൻ ഇപ്പോഴും വന്ന് എൻ്റെ അമ്മച്ചിയുടെ ഇഞ്ഞായും പാപ്പവും ഒക്കെ കുടിക്കും. എൻ്റെ ജീവൻ എൻ്റെ അമ്മച്ചീനെ എങ്ങും കൊണ്ടുവിടാനല്ല കേട്ടോ, ഹോസ്പിറ്റലിൽ പോകാനാ. അമ്മച്ചിക്ക് അറിയത്തില്ലേ ഹോസ്പിറ്റലിൽ പോകാനാന്ന്? മരുന്ന് മേടിക്കാൻ പോകുമല്ലേ നമ്മള്? നമ്മൾ വേറെ എങ്ങും പോകുമല്ലോ. കേട്ടോ പറഞ്ഞു അമ്മച്ചി, ഞങ്ങൾ എങ്ങും പോകുമല്ല കേട്ടോ. തിരിച്ചിപ്പം തന്നെ പോയിട്ട് കൊണ്ടുവരുവേ. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെല്ലാവരും നമ്മുടെ അച്ഛനെയും അമ്മേനെയും ചേർത്ത് പിടിക്കണം. ഒരു സ്ഥാപനത്തിലും കൊണ്ടുപോയി ആക്കരുത്. വൃത്തസാധനങ്ങളും സർക്കാരിൻ്റെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളും ഒക്കെ നിർത്തലായി പോക്കോളും. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യത്തിന് നിങ്ങളുടെ മറുപടി കമൻറ്റ് ബോക്സിൽ വന്ന് ചെയ്യാൻ മറക്കല്ല. അപ്പം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ. ടാറ്റാ ബൈ ബൈ. ഓക്കെ.